എത്ര വരെ അതിപ്പോൾ ഈ ഇലക്ഷനെ ബാധിക്കുമോ അത്? എനിക്ക് അത്യാവശ്യം ഹിന്ദിയൊക്കെ സംസാരിക്കാൻ അറിയാം. മാത്രം ഇപ്പം എന്തൊക്കെയോ കന്നഡ എനിക്കറിയാം, തമിഴ് അറിയാം. അപ്പം ഞാൻ ഇലക്ഷനെ ബാധിക്കുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഇതിപ്പോൾ എല്ലാവരും കാണുമോ? എല്ലാവരും കാണണം. എത്ര വരെ പഠിച്ചു എന്നാ? BSc മാത്തമാറ്റിക്സ്. എൻ്റെ കാര്യമാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞത് ചേട്ടൻ്റെ കാര്യമാണ്. വീട്ടിലുള്ള എല്ലാവരും പഠിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവരും പഠിക്കുന്നത് ഒരു ഫാഷനല്ല. അത് ഒരു വീട്ടിലൊരു ബിസിനസ്. ഒരാൾക്ക് പലചരക്ക് കച്ചവടം, ഒരാൾക്ക് തുണി കച്ചവടം, ഒരാൾക്ക് എന്ന് പറഞ്ഞ പോലെ അവർ വിഷയങ്ങൾ പഠിച്ചു, താങ്കൾ ലോകത്തെ പഠിച്ചു. അത്ര അതെ, അങ്ങനെ പറയാം. ഞാൻ ലോകത്തെ പഠിച്ചു എന്ന് പറയുന്നത് ഒരു അഹങ്കാരമാണ്. എങ്കിൽ പോലും സമൂഹത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. സമൂഹത്തിൽ ഇങ്ങനെ ഹിന്ദി അറിയാം, ഇംഗ്ലീഷ് അറിയാം, തമിഴ് അറിയാം, കന്നഡ അറിയാം, മലയാളം അറിയാം. ജീവിക്കാൻ വേണ്ടി പഠിച്ചതാണ്. ആയിക്കോട്ടെ, എനിക്കറിയാം. താങ്കളെ ടീച്ചർ അടിച്ചു പഠിപ്പിച്ചിട്ട് പോലും പഠിക്കാത്ത ഭാഷ പിന്നീട് കച്ചവടം ചെയ്തപ്പോൾ മനസ്സിലായി. കാര്യം മനസ്സിലായി. ചെന്നൈയിൽ സിനിമാ പെട്ടിയായിട്ട് നടന്ന സമയത്ത് എത്ര എളുപ്പത്തിലാണ് തമിഴൊക്കെ പഠിച്ച് തമിഴെന്ന് പറയും. ജീവിത യാഥാർത്ഥ്യങ്ങളുമായിട്ട് നമ്മൾ ഫേസ് ടു ഫേസ് ആകുമ്പോൾ പലതും പഠിക്കും. അപ്പോൾ ഇനി പാർലമെൻറ്റിൽ ഹിന്ദിയിലായിരിക്കുമോ പ്രസംഗിക്കുക? പാർലമെൻറ്റിൽ ഞാനൊന്ന് മനസ്സ് വെച്ചാൽ ഹിന്ദിയിൽ സംസാരിക്കാൻ സാധിക്കും. എൻ്റെ പിന്നെ നമ്മളൊരു കാര്യം, ഇപ്പോൾ കുട്ടികളൊക്കെ ഉള്ള കാരണം പറയും, ഈ പറഞ്ഞ് നമ്മൾ പഠിക്കുന്ന ഇംഗ്ലീഷും ഹിന്ദിയൊന്നും അല്ല ആവശ്യമില്ല. മെയിം കർത്താവായിരിക്കുമ്പോൾ ഹും എന്ന് ചേർക്കണം, തും കർത്താവായിരിക്കുമ്പോൾ ഹോ എന്ന് ചേർക്കണം. അതൊന്നും ചേർത്തില്ലെങ്കിൽ ഒരു ചുക്കില്ല കേട്ടോ. മനസ്സിലായിട്ടുണ്ടോ? അതൊക്കെ നമുക്ക് സ്കൂളിൽ പഠിക്കുന്ന കാര്യം. അതല്ലാതെ ഇത് ഫ്ലുവൻ്റ് ആയിട്ടാണ് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കും മനസ്സിലാവും, നമുക്കും മനസ്സിലാവും. അപ്പോൾ ആദ്യം പഠിച്ചത് ഞാൻ മൗന ഭാഷയാണ്. നമുക്കൊരു സാധനം വേണമെന്ന് പറഞ്ഞാൽ അതിന് കൊതി കാണിക്കാൻ ഭാഷ വേണ്ടല്ലോ. അതെ. ഇപ്പോൾ ഒരാളെ കാണുമ്പോൾ ഇന്നസെൻ്റ് ആയിട്ട് നല്ല ഒരുപക്ഷെ നല്ല അഭിനയസിദ്ധിയുള്ള ആളായതുകൊണ്ട് മാത്രമല്ല, ജനങ്ങളുടെ പൾസ് അറിയാം, ആൾക്കാരുടെ പൾസ് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. ഇപ്പോൾ ഒരാളുടെ മുമ്പിൽ താങ്കൾക്ക് വേണ്ടത് വോട്ടാണ്, അതിന് അത് തർക്കമില്ല. ഒരു വോട്ടിന് വേണ്ടി താങ്കൾ നിൽക്കുമ്പോൾ, ഞാനൊരു ഉദാഹരണം ചോദിക്കുക. വോട്ടിന് വേണ്ടി നിൽക്കുമ്പോൾ താങ്കളുടെ ഭാഷ എന്തായിരിക്കും? എൻ്റെ സംസാര ഭാഷ അല്ലാത്തൊരു ഭാഷ എന്തായിരിക്കും? നോക്കട്ടെ, ഒന്ന് നോക്കാം. ഒരു ടെസ്റ്റ്. ഓക്കെ. ഈ ചോദ്യത്തിന് ഇപ്പം ഞാനൊരു വോട്ടറാ. ഞാൻ ഒന്ന് പിന്നെ പറ്റി പെട്ടെന്ന് പാച്ചാളം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. പാച്ചാളം. ഇവിടെ ഡോൺ ബോസ്കോ ഉണ്ട്. എൻ്റെ മൂത്ത സഹോദരൻ, അയാൾ ഇന്ന് അമേരിക്കയിലാണ്, ഡോക്ടർ കുര്യാക്കോസ്. അയാൾ ഇവരെല്ലാവരും കൂടി തീരുമാനിച്ചു എന്നെ അച്ഛനാക്കാന്ന് പള്ളിയിലെ. അങ്ങനെ എന്നെ ഈ പാച്ചാളത്ത് ഇവിടെ കൊണ്ടുപോകുമ്പോൾ എൻ്റെ ഈ മൂത്ത ചേട്ടൻ, അയാൾക്ക് ഇപ്പം ഒരു 75 വയസ്സായി. അയാൾ എൻ്റെ അടുക്ക് പറഞ്ഞു, നീ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം, നീ ഇങ്ങനെ താഴത്തേക്ക് നോക്കിയിട്ട് ഇതിങ്ങനെ ഒരു നോട്ടം ഉണ്ട്, അത് നോക്കരുത്. ഞാൻ വെച്ചാൽ അത് അന്നെ കള്ളത്തരാണ്, അതൊരു കള്ളനോട്ടായിട്ട് തോന്നും. ഞാൻ പറഞ്ഞു, ഞാൻ പിന്നെ എന്ത് വേണം? അല്ല, നീ വളരെ പാവം പോലെ അവിടെ നിൽക്കണം, മനസ്സിലായില്ല? അങ്ങനെയൊക്കെ നിന്നാൽ മാത്രമേ അവരവിടെ നിന്നെ ചേർത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് എന്നെ അവിടെ കൊണ്ടുപോയി. പിന്നെ പൈസയൊന്നും കൊടുക്കണ്ട, ഫ്രീ ആണ്. അങ്ങനെ എന്നെ അവിടെ കൊണ്ടുപോയി പാച്ചാളത്ത്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അന്നൊരു സായിപ്പ് അച്ഛനായിരുന്നു, അമേരിക്കൻ ഒരു അച്ഛനാണ് സായിപ്പ്. അങ്ങനെ ഒരു പല്ല് കുത്തിക്കൊണ്ടിരിക്കുക, ഒരു ഈർക്കിൽ എന്തെങ്ങനെ വെച്ചിട്ടിരിക്കുക. അപ്പം ഞാൻ ചെന്നിട്ട് എൻ്റെ ഭക്തിപുരസരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതിൻ്റെ കടലാസ് ക്രൈസ്റ്റ് കോളേജിലെ പ്രിയൂരച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ആ പേപ്പറൊക്കെ അയാൾക്ക് കൊടുത്തിട്ട് അയാൾ ഇങ്ങനെ നോക്കിയതിന് ശേഷം അദ്ദേഹം എന്നെ ഒന്നിങ്ങനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിച്ചപ്പോൾ ഞാൻ അങ്ങനെ നിൽക്കണം, ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അപ്പം തന്നെ എൻ്റെ ചേട്ടനോട് അച്ഛൻ പറഞ്ഞു, കൊണ്ടുകൊള്ളാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആ തീവണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ഞാൻ മുഖം എങ്ങനെ പിടിക്കാൻ പറഞ്ഞേ, എനിക്ക് മനസ്സിലാവണില്ല, ഇയാളുടെ സിനിമ ഡയറക്ടറോ മുഖം എങ്ങനെ പിടിക്കാൻ പറയാം. അപ്പം ഞാൻ എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഇതിപ്പോൾ ഈ ചോദ്യം ചോദിച്ച പോലെ, നീ എങ്ങനെ മുഖം പിടിച്ചേ? അപ്പം ഞാൻ ഇങ്ങനെ പിടിച്ചു. എന്നിട്ട് അച്ഛൻ തന്നെ നോക്കി ചിരിച്ചപ്പോൾ, നീ എങ്ങനെ ചിരിച്ചേ? അപ്പം ഞാൻ അങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ചു. പോയില്ലേ, അങ്ങനെ ചിരിക്കാൻ പാടില്ല എന്നാണ് എന്നോട് പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത് എൻ്റെ ഒറിജിനലാണ്. ഇപ്പോൾ ഞാൻ ബിട്ടാസ് പറഞ്ഞതുപോലെ ഞാൻ ആളുകളെ കണ്ടിട്ട് എനിക്കൊരു വോട്ട് വേണം എന്നുള്ളതിന് ഇങ്ങനെ കാണിച്ച് അവർ വിചാരിക്കും ഇയൊക്കെ പ്രാന്തായി തോയോ. മാത്രമല്ല, അഭിനയിക്കുകയാണെന്നുള്ളത് അവർക്ക് മനസ്സിലാവും. പണ്ട് തമിഴ്നാട്ടിലൊരു മുഖ്യമന്ത്രി, ആരാണെന്ന് പേര് പറയുന്നില്ല, കാരണം തമിഴ്നാട്ടിലിടയ്ക്ക് പോകേണ്ടതാണ്, അവരെല്ലാവരും കൂടി എടുത്തിട്ടടിക്കും. അപ്പോൾ ഏതൊരു മുഖ്യമന്ത്രിയോ അതോ സാധാരണ മന്ത്രിയോ ഇങ്ങനെ റോട്ടിൽ കൂടെ പോകുമ്പോൾ സൈഡിലുള്ള കൊച്ചു കുടിലുകളിൽ ഭക്ഷണം കണ്ടു അത്രേ. ആ ഭക്ഷണം എടുത്ത് കാറിൽ വെച്ചിട്ട് അയാളുടെ നല്ല ഭക്ഷണം എടുത്ത് അവിടെ കൊടുത്തു. അത് പത്രത്തിൽ വലിയ വെണ്ടയ്ക്ക അക്ഷരത്തിൽ വന്നു. ആ മന്ത്രി
ആ പാവപ്പെട്ടവരുടെ ഭക്ഷണം മേടിച്ചു കൊണ്ടുപോയിട്ട് നല്ല ഭക്ഷണം അവർക്ക് കൊടുത്തു. അയാൾ എത്രയോ നല്ലവനാണ്. ഇവിടെ ഇപ്പം ഞാൻ ഇങ്ങനെ ചെയ്ത അടിയുടെ പൂരായിരിക്കും ആൾക്കാരെ എടോ ഈ വക വേഷം കെട്ടും സൂത്രമൊന്നും നമ്മുടെ അടുത്തേക്ക് എടുക്കണ്ട. അതിനൊക്കെ ഒരു കാലം കഴിഞ്ഞു പോയി. അതുപോലെ ഇനി എനിക്ക് പുതിയൊരു വിദ്യ പറഞ്ഞു തരരുത്. കാരണം ഇത് ടി വിയിൽ എല്ലാവരും കാണില്ലേ, കണ്ടു കഴിഞ്ഞാൽ അവർ ഈ പുഞ്ചിരി അവർ അന്ന് നോക്കും ഞാൻ വരുമ്പോൾ. അപ്പോൾ അവർ പറയും ഇത് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തിട്ട് പുതിയ ഏർപ്പാടായിട്ട് വന്നിരിക്കാന്ന് പറയും. അപ്പം എൻ്റെ ഒരു ഒറിജിനൽ ഇത് തന്നെ പോരെ? ഒറിജിനൽ മതി. ഈ ഒറിജിനലാണ് ജനത്തിന് വേണ്ടത്. ഓക്കെ.